പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പം നമ്മൾ കാണുന്ന വലിയ വലിയ പള്ളികളെ ആ പള്ളികളിൽ പാവപ്പെട്ട വീട് പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു പള്ളിയിൽ ക്രിസ്തു ഉണ്ടാവുമോ? അതിനൊക്കെ ഒരു മാറ്റം എങ്ങനെ വരും? ഈ ഒന്നാമത്തെ കാര്യം, ഒരു ഇടവകയിൽ അച്ഛൻ ചെന്ന് കഴിഞ്ഞാൽ ഇടവക മുഴുവനും വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ താമസ സൗകര്യങ്ങൾ, വീട്. അത് ഒരു നല്ല പങ്കിലൊക്കെ ഇപ്പം വീടുണ്ട്, പഴയ പോലെ അല്ല. മുമ്പ് പാവപ്പെട്ടവരായിരുന്നവർക്കൊക്കെ ഇപ്പോൾ വലിയ ഒന്നാമത്തെ വീട്. കാരണം ചെറുക്കൻ ഗൾഫിലുണ്ട്, അതിൽ പെണ്ണ് അവിടെയുണ്ട്. അതുപോലെ ഇപ്പം വീട് നന്നായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും പാവപ്പെട്ടവർ. പക്ഷേ അച്ഛൻ ചെന്ന് ഇതൊന്നും ഇല്ലാത്ത ആളുകളും ധാരാളം ഉണ്ട് ഇപ്പോഴും. അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വീടുണ്ടാക്കാൻ അച്ഛന് പദ്ധതി ഉണ്ടാവണം. നമ്മുടെ ഇടവകയിൽ ഭവനമില്ലാത്തവരായി, ശരിയായ ഭവനത്തിൽ താമസിക്കുവാൻ സാധ്യത ഇല്ലാത്തവരായ ആളുകൾ ആരൊക്കെ എന്ന് എടുത്തിട്ട് അവർക്ക് വേണ്ടിയുള്ളൊരു പദ്ധതി എന്ന് പറഞ്ഞ അച്ഛൻ ആവിഷ്കരിക്കാമെങ്കിൽ ആ ഇടവകയിലെ സമ്പന്നരും മറ്റുള്ളവരും ഒക്കെ കൂടും. അച്ഛൻ്റെ ഇനീഷ്യേറ്റീവ് വരണം. അത് അങ്ങനെയുള്ള വീടുകൾ എനിക്കൊരച്ഛനെ അറിയാം. ഇടവകയിൽ അച്ഛന് 5 വീടുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തതായിട്ട്. ആ ആളുകൾക്ക്, ആ വീട്ടുകാർക്ക് എന്തോ ഒരു താല്പര്യമാണ്. അച്ഛാ, ഒരു ഇടവക ഒരു മാതൃക ഇടവക ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 3 കാര്യങ്ങളാണ് നമുക്ക് ഒരു പള്ളിയിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം അവിടുത്തെ ആരാധന. ആരാധന ഹൃദ്യമായി നടത്തത്തക്കവണ്ണം അത് പ്രത്യേകിച്ച് അച്ഛന്മാരുടെ ശ്രദ്ധ അതിലുണ്ടാകണം. ഒരച്ഛൻ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ആരാധന ഭക്തി സംബന്ധകമാകുവാൻ തക്കവണ്ണം. അതുപോലെ അതിന് ആ സമയക്ലിപ്തത. 7 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ 7 മണിക്ക് ആരംഭിക്കണം. അത് പിന്നെ ഒക്കുന്നത് പോലെ ചെല്ലുമ്പോൾ പിന്നെ ഏതെങ്കിലും സമയത്ത് അല്ല. അതാ ഒന്നാമത്തെ ഒരു കാര്യം. 2, ഈ അച്ഛൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ആരാധനയിൽ മുഴുവൻ സമയവും അതിൽ ഇൻവോൾവ് ആയിരിക്കണം. അതിനകത്ത് അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, അതിനകത്ത് വർത്തമാനം പറയുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ജനങ്ങൾ നോക്കുന്ന ആരെയാ? ലീഡറെയാ? അച്ഛനെയാ? അച്ഛൻ അശ്രദ്ധനായിട്ടാണ് ആരാധനയിൽ പെരുമാറുന്നത്, വർത്തിക്കുന്നത് എങ്കിൽ ആരാധന ഒരിക്കലും ഹൃദ്യമാവുകയില്ല, ജനങ്ങൾക്ക് തൃപ്തികരമാവില്ല. അച്ഛൻ്റെ ചില അച്ഛന്മാരുണ്ട്, വലിയ പ്രസംഗമൊന്നുമില്ല, പക്ഷെ ആരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞെ, എനിക്ക് നല്ല നമ്മുടെ ചില വല്യച്ഛന്മാരെ അറിയാം. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരതിലങ്ങ് ഇൻവോൾവ് ആവും, മറ്റൊന്നും അവരുടെ ശ്രദ്ധയിൽ വരികയില്ല. അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് അച്ഛന്മാർ നേതൃത്വം കൊടുക്കുമെങ്കിൽ ജനങ്ങൾക്ക് ആരാധന അവരും അതിനകത്ത് അതുപോലെ പങ്കുചേരും. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ലീഡർ. അച്ഛനെ ആശ്രയിച്ചാണ് നമ്മുടെ ആരാധനാ ജീവിതം ശക്തിപ്പെടുന്നതോ ബലഹീനമാകുന്നതോ. അച്ഛൻ അതിനിടയ്ക്ക് ഇങ്ങനെ അതൊക്കെ അവസാനം പറയാനും അതിനിടയ്ക്ക് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയൊക്കെ ചെയ്ത് അച്ഛൻ്റെ ഒരു ഡിവോഷൻ, കമ്മിറ്റ്മെൻറ്റ് ഇല്ലായ്മയാണ് പലപ്പോഴും ആരാധനയിൽ. അതുകൊണ്ട് ഞാൻ അറിയുന്ന പല അച്ഛൻ, ഞങ്ങളുടെ കോവിൽ മൽപ്പാനച്ചൻ, സെമിനാരിയിലെ മൽപ്പാനച്ചനായിരുന്നു ഏറെക്കാലം. അദ്ദേഹം താമസിക്കുന്ന പള്ളി നേരെ മുകളിലത്തെ ഒരു ചെറിയ കുന്നിലാണ്. നേരെ താഴെയാണ് താമസിക്കുന്ന വീട്. കുടുംബമായിട്ടുള്ള ആളാണ്. പക്ഷേ കുർബാനയുള്ള ദിവസം അങ്ങ് പള്ളിയിൽ പോവും, പള്ളിമുറിയിലേ കിടക്കുകയുള്ളൂ. അതൊരു നിഷ്ഠയാണ്. എന്തുകൊണ്ടാണ് വീട്ടിലാകാത്തത്? അപ്പം പള്ളിയിൽ മുറിയിൽ സന്ധ്യാപ്രാർത്ഥനയും കഴിഞ്ഞ് മറ്റൊരു ഡിവോഷണൽ റീഡിങ്ങും പ്രാർത്ഥിക്കുകയും ഒക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞ് ആ ഒരുക്കത്തോടെയാണ് കുർബാനയിലേക്ക് പോകുന്നത്. ഇന്ന് അങ്ങനെയല്ല. പല അച്ഛന്മാരും
ഇപ്പൊ കാറിലല്ലേ, ആ സമയത്ത് അങ്ങോട്ട് ഓടിച്ചെന്ന് അവിടെ നിർത്തി പിതാവിനും പുത്രനും പരിശുദ്ധനായി ആ ഒരു അനുഭവം ഒരിക്കലും പാടില്ല. അച്ഛന്മാരുടെ ആ ഒരു ലീഡർഷിപ്പും അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റുമാണ് ആരാധന ഹൃദ്യമാക്കുന്നത്. ജനങ്ങൾ അവർ തന്നെ പറയും, അയ്യോ ഞങ്ങളുടെ അച്ഛൻ ആരാധനയ്ക്ക് വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ നോക്കുക, അത് പൂർണ്ണമായിട്ട് നിൽക്കും. അതാ അച്ഛന്മാരുടെ കഴിവ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അവിടുത്തെ ആധ്യാത്മിക സംഘടനകളാണ്. അതിനകത്ത് എന്തെല്ലാം ഉണ്ട്, പ്രാർത്ഥനയോഗമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പ്രാർത്ഥനയോഗത്തിലാണ് കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ച് വരുന്നത്. അപ്പോഴവിടെ അവരുടെ ചില സംശയങ്ങളും ആരോഗ്യമൊക്കെ ചോദിക്കാനും പറയാനും ഒരു ബൈബിൾ സ്റ്റഡിയും ക്രമമായിട്ട്. ഞാൻ എൻ്റെ ആരാധന ജോലിക്കാർ സമയത്ത് ബൈബിൾ സ്റ്റഡി കൃത്യമായി നടത്തുമായിരുന്നു. അപ്പം ജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും കമ്മ്യൂണിക്കേഷനുള്ളൊരു അവസരം ഈ പ്രാർത്ഥനായോഗമാണ്. അപ്പോൾ ആ പ്രാർത്ഥനയോഗം ഇല്ലാതിരുന്നാൽ ആ ഇടവക ശുഷ്കമാണ്. പക്ഷെ അതിൽ അച്ഛന്മാർ മെനക്കിടണം. ചുമ്മാ നമ്മൾ ചെന്ന് ചപ്ലാച്ചി അടിച്ചാൽ ആരും നിൽക്കുകയില്ല കേൾക്കാൻ. ഒരു ദിവസം വരും, പിന്നെ അതിനകത്ത് താല്പര്യമില്ല. നേരെ മറിച്ച് അച്ഛൻ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ ആളുകൾക്ക് താല്പര്യമാണ്. എടാ ഇപ്പോഴത്തെ അച്ഛൻ നല്ല ക്ലാസ് ആകട്ടോ, നീ വരണം. ആളുകൾ വരും, ഒന്നും മുടങ്ങിപ്പോവില്ല. രണ്ടാമത്തെ കാര്യം, ഇടവകയുടെ വളർച്ചയിൽ നമ്മുടെ സാമൂഹ്യ സേവനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുടുംബ ഭദ്രത അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് അത് അധികവും തകർച്ചയിലാണ് കുടുംബങ്ങൾ. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് അത്. തീർച്ചയായിട്ടും അതിന് എന്താ മാർഗം? അച്ഛന്മാർ ഭവന സന്ദർശനം നടത്തണം, അത് കൃത്യമായി ചെയ്യണം. അവിടെ ചെന്നേച്ച് കാപ്പി കുടിച്ചിട്ട് ഇങ്ങനെ പോന്നാൽ പോരാ, വിവരങ്ങളൊക്കെ ചോദിച്ചന്വേഷിക്കണം, എന്നിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ആ ഒരു ഭവന സന്ദർശനം ക്രമമായി നടത്തുന്ന വൈദികർക്ക് അങ്ങനെയുള്ള ഇടവക എപ്പോഴും ആത്മീയ വളർച്ചയിലായിരിക്കും. അപ്പോൾ ആ സന്ദർശനം എന്ന് പറയുന്നത് കേവലം ഞാനീ പറഞ്ഞു ഒരു 5 മിനിറ്റ് കൂടി എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞേച്ച് ഇങ്ങനെ പോരുന്നതല്ല. എന്നാൽ ഉടനെ നമ്മൾ ചെന്ന് ബൈബിൾ സ്റ്റഡി നടത്തുന്നതുമല്ല. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു അരമണിക്കൂർ സമയമെങ്കിലും അവിടെ ചെലവിടണം. ഒരു വൈദികൻ്റെ ഭവന സന്ദർശനം അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് ഭവന സന്ദർശനം എന്നുള്ളത്. അത് മാർത്തോമാക്കാർക്കത് വലിയ നിർബന്ധമാണ്. അതുകൊണ്ട് അവരുടെ ഇടവകയിലൊക്കെ ആ ഒരു വളർച്ചയും പ്രവർത്തനങ്ങളും ഒക്കെ ഉള്ളത്. നമ്മുടെ സഭയിൽ അച്ഛന്മാർക്ക് അങ്ങനെ ചാത്തം ഉണ്ടെങ്കിൽ പോകും, അത് കാശും കിട്ടും. മറ്റു കാര്യങ്ങൾ ഇങ്ങനെ വരും, മരിച്ചാൽ പോകും. ക്രമമായ ഒരു ഭവന സന്ദർശനം എന്നുള്ളത് ഒരച്ഛൻ്റെ പ്രോഗ്രാമിൽ പെടുന്ന കാര്യമാണ്.